ഒരനർത്ഥവും നിനക്ക് ഭവിക്കയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കയില്ല. സ്തോത്രം. അനുഗ്രഹീതമായ വാക്യത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. വളരെ പ്രാർത്ഥനയോടെ ഇരുന്നാൽ പരിശുദ്ധാത്മാവിന്റെ വചനത്തിലൂടെ നമ്മോട് സംസാരിക്കാനായിട്ടുള്ളതാണ്. ഹല്ലേലൂയ. ആമേൻ. ആർക്കാണ് ഇത് സംഭവിക്കപ്പെടാത്തത്? അതാണ് നാം ഒന്നാം വാക്യത്തിൽ വായിച്ചത്. അത്യുന്നതന്റെ മറവിൽ വസിക്കുന്ന, സർവശക്തന്റെ നിഴലിന്റെ കീഴിൽ പാർക്കുന്ന ഒരു ദൈവവൈതലിനെ ആമേൻ ഹല്ലേലൂയ ശത്രു തൊടാൻ ദൈവം അനുവദിക്കുന്നില്ല. ഞാനിത് പകൽ നമ്മുടെ വീടിനെ കുറിച്ചല്ല പറയുന്നത്. ഒരു ബാധ ഇതിന്റെ കൂടാരത്തിൽ അടുക്കുകയില്ല എന്ന് പറയുന്നത് നമ്മുടെ വീടിനെ കുറിച്ചല്ല. എന്നാൽ അതിനകത്ത് വീടും കയറി വരും. ആമേൻ ഹല്ലേലൂയ. ഒരു വാക്യത്തിന്റെ ആമേൻ ഹല്ലേലൂയ അടിസ്ഥാനത്തിൽ എന്തിനെ കുറിച്ചാണ് പറയുന്നത് ഇപ്പോൾ നമുക്ക് മനസ്സിലാകും. 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞുപോയാൽ കൈപ്പടിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന് ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് അറിയുന്നു. ഈ കൂടാരത്തിൽ അപ്പോ നമ്മൾ വായിച്ച വചനം ഒരു ബാധയും നിന്റെ. അപ്പൊ ഈ വാക്യമായിട്ട് നമ്മളൊന്ന് കണക്ട് ചെയ്യുമ്പോൾ എന്തായിരിക്കും? ആമേൻ. നാമാണ്. മനസ്സിലായോ? ആമേൻ. ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കത്തില്ല, ഒരു ബാധയും പറഞ്ഞേ, ഒരു ബാധയും. ആമേൻ. നമ്മുടെ വീടിനോടുള്ള ബന്ധത്തിനേക്കാൾ അപ്പുറമായി നമ്മൾ ചിന്തിക്കുന്നത് അവനുള്ള ഈ കൂടാരത്തിൽ ഞങ്ങൾ ഇരിക്കുമ്പോൾ നഗ്നരായിട്ടല്ല. അപ്പൊ ഏത് കൂടാരത്തിൽ? ഒന്നുകൂടെ മനസ്സിലാക്കി തരാം. നാമാകുന്ന കൂടാരം. മനസ്സിലായോ? എന്താ? നമ്മുടെ ശരീരമാകുന്ന കൂടാരം. ആ കൂടാരത്തെ നോക്കിയിട്ട് 91 സങ്കീർത്തനക്കാരൻ പറയുന്നു 10-ാമത്തെ വാക്യം, ഒരു അനർത്ഥവും നിനക്ക് പറ. ആമേൻ. ഒരു ബാധയും നിന്റെ. ഒന്നുകൂടെ പറ. ഒരു അനർത്ഥവും നിനക്ക്, ഒരു ബാധയും നിന്റെ. അനർത്ഥങ്ങൾ വരത്താൻ ശ്രമിക്കുന്ന പൈശാചിക ശക്തികളെ നോക്കി ദൈവം വിളിച്ചു പറയുന്നു, ഒരനർത്ഥവും നിനക്ക് ഭവിക്കത്തില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കത്തില്ല. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ചില ബാധകൾ കൂടാരങ്ങൾ വിട്ട് അണിഞ്ഞു പോകട്ടെ. സമയം കിട്ടുന്നതനുസരിച്ച് ഞാൻ പറയാം. അവൾ ബാധ ഒഴിഞ്ഞ് സ്വസ്ഥയായിരുന്നു. കണ്ടോ? ജീവിതത്തിനകത്ത് അവരുടെ ശരീരമാകുന്ന കൂടാരത്തെ കയറി പിടിച്ച ബാധയെ യേശുവിന്റെ ശക്തി പുറത്താക്കി കളഞ്ഞു. ഒരു പുതിയ ജീവിതത്തിലേക്ക് അവൾ പ്രവേശിക്കാനായിട്ട് തുടങ്ങി. ഇന്ന് മകൾ അതുകൊണ്ട് ആ വാക്യം അവിടെ നിൽക്കട്ടെ. മറ്റൊന്ന് വായിക്കാൻ കർത്താവ് താല്പര്യപ്പെടുകയാണ്. പ്രവചനം 2-ാം അധ്യായം 3-ാമത്തെ വാക്യം വായിച്ചു. ലേവി കുടുംബത്തിലെ ഒരു പുരുഷൻ പോയി ഒരു ലേവ്യ കന്യകയെ പരിഗ്രഹിച്ചു. അവൾ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ചു. സൗന്ദര്യമുള്ളവനെന്ന് കണ്ടിട്ട് അവനെ 3 മാസം ഒളിച്ചു വെച്ചു. സ്തോത്രം. നമുക്ക് വളരെ പരിചയമുള്ള വാക്യമാണ്. ഹല്ലേലൂയ. ആമേൻ. ശ്രദ്ധിച്ചു കേട്ടോളും. ആമേൻ. കുഞ്ഞുങ്ങൾ വളരാൻ യാതൊരു സാധ്യതകളും ഇല്ലാത്തതിന്റെ നടുവിൽ ദൈവത്തിനും നിയോഗമുള്ള, ദൈവത്തിന് ഹിതമുള്ള ഒരു കുടുംബത്തിനകത്ത് ഒരു ജനനം നടക്കുകയാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. നമ്മളൊരു പ്രസംഗം കേൾക്കുന്ന ലാഘവത്തോടെ നിങ്ങൾ ഇരിക്കരുത്. നമ്മൾ ഒന്നിച്ചാണ് ഒരു ശുശ്രൂഷ ചെയ്യുന്നത്. ദൂതുകൾ ശക്തമായി വെളിപ്പെടണം. ആമേൻ. ഹല്ലേലൂയ. ദൈവജനത്തിന് അതൊരു റിലീസായി മാറണം. ഹല്ലേലൂയ. ആമേൻ. അപ്പോ ഈ കുടുംബത്തിനകത്ത് യോക്കോബ് അമ്രാം എന്ന് പറയപ്പെടുന്ന ഒരു ഭാര്യയും ഭർത്താവും 2 തലമുറകൾ അവർക്ക് മുൻപിലുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ആരൊക്കെയാണ്? അഹരോനും മിരിയാമും. ഹല്ലേലൂയ. 2 തലമുറ പോരാ. അവൻ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, ഹല്ലേലൂയ, ഇസ്രായേലിനെ മേയ്പ്പാനുള്ളവൻ, ഇസ്രായേലിനെ വീണ്ടെടുക്കാനുള്ളവൻ ഇവരുടെ ഉദരത്തിൽ നിന്നാണ് പുറത്തു പറയേണ്ടത്. അവൻ ജനിക്കാതിരിക്കേണ്ടതിന് നിയമങ്ങൾ ശത്രു കർക്കശമാക്കിയിട്ടു. സ്തോത്രം. ഹല്ലേലൂയ. ഏത് കുടുംബത്തിനകത്തും അവരുടെ കരച്ചില് മാത്രമേ കേൾക്കാവൂ. തലമുറ ജനിക്കപ്പെടുമ്പോൾ ഒന്നിന്റെയും മുഖം കാണാൻ മാതാപിതാക്കളെ അനുവദിക്കരുതെന്ന് അവൻ ഫറവോൻ ഒരു നിയമം എഴുതിയിട്ടു. അവൻ ഇത് കേട്ടോണം. ഹല്ലേലൂയ. ശത്രു നിയമം എഴുതിയിട്ടതിന്റെ നടുവിൽ ദൈവത്തിന് നിയോഗമുള്ളവൻ വളർന്നു വരികയാണ്. സ്തോത്രം, സ്തോത്രം. യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുകയാണ്. ഇന്ന് പകൽ ശത്രു ഇട്ട ചില കൽപ്പന പൊളിയുന്ന പകലായിരുന്നു കേട്ടോ. ശത്രു ഇട്ട ചില നിയമങ്ങൾ പൊളിയുന്ന പകലാണ്. ശത്രു എഴുതി തയ്യാറാക്കിയ അവന്റെ അജണ്ടകൾ പൊളിയുന്ന പകലാണ്. ദൈവത്തിന്റെ പ്രവൃത്തി ആരായി വെളിപ്പെടാൻ പോകുകയാണ്. ഫറവോൻ തന്ത്രശാലിയാണ്. അവൻ ബുദ്ധിയോടെ പെരുമാറും. ആമേൻ. ജനിക്കപ്പെടുന്ന ഏതൊരാൾക്കിനെയും നൈൽ നദിയിലിട്ട് പറഞ്ഞു. 2
കൂടുതൽ വർക്കുകൾ ഇവർക്ക് കൊടുത്തേക്കണം. കാരണം ഇവരുടെ ശരീരത്തിന് ക്ഷീണം ഉണ്ടാകണം. സ്തോത്രം, ഹല്ലേലൂയ. അടുത്തൊരു തലമുറയെ കുറിച്ച് ഇവർ ചിന്തിപ്പാൻ ഇടവരരുത്. സ്തോത്രം. ഞാൻ ഇത്തിരി ആഴത്തിലിറങ്ങിയ പറയുന്നത്, സഭയോട് ക്ഷമിക്കപ്പെടുക. സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് വർക്കിന്റെ ലോഡുകൾ ഇവർക്ക് അധികമായി കൊടുക്കുന്നത് കൊണ്ട് സകല പ്രത്യാശകളും നഷ്ടപ്പെട്ടു പോകുകയാണ്. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് പുതിയ നിയമത്തിൽ പൗലോസ് പറഞ്ഞത്, പിശാചിന്റെ തന്ത്രങ്ങളെന്നോ. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. ഒരു കാര്യം കൂടെ അപ്പോസ്തലപ്രവൃത്തി 7 കിടപ്പുണ്ട്. ലൂക്കോസ് എഴുതി വെച്ചിട്ടുണ്ട്, വാഗ്ദത്ത കാലം അടുത്തപ്പോൾ ജനം മിസ്രയീമിൽ വർദ്ധിച്ചു വരികാൻ തുടങ്ങി. ഇത് പറഞ്ഞ നമ്മുടെ സഭയോടുള്ള ദൈവത്തിന്റെ ആലോചനയുടെ കൈമാറുകയാണ്. ദൈവത്തിന്റെ വാഗ്ദത്ത കാലം അടുത്തപ്പോൾ ജനത്തിന്റെ വർദ്ധനവ് സംഭവിക്കപ്പെടാനായി. വിശ്വാസമുണ്ടെങ്കിൽ സ്തോത്രം പറഞ്ഞു. അപ്പൊ പറഞ്ഞു 2 തലമുറ മതി അല്ലേ? മിരിയാമും മതി, അഹരോനും മതി. പക്ഷെ തമ്പുരാന്റെ ഹിതം അതല്ല. ഇസ്രായേലിനെ മേയ്ക്കാനുള്ളവൻ, ഇസ്രായേലിനെ വീണ്ടെടുക്കാനുള്ളവൻ ഇതുവരെ ജനിക്കപ്പെട്ടിട്ടില്ല. അവന്റെ ജനനത്തിന് വിരോധമായിട്ടാണ് നിയമങ്ങൾ ശക്തമായി എഴുതി തയ്യാറാക്കിയത്. പക്ഷെ നിയമങ്ങൾ എത്ര പ്രാബല്യത്തിൽ നിൽക്കുമ്പോഴും ദൈവത്തിന്റെ നിയോഗമുള്ള കുടുംബത്തിനകത്ത് ദൈവത്തിന്റെ ഹിതമുള്ളവൻ ജനിക്കാൻ തുടങ്ങി. യേശുവിന്റെ നാമത്തിൽ ഞാൻ ഇവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശത്രു കരിച്ചു കളഞ്ഞ ചിലതിന്റെ മേൽ ദൈവത്തിന്റെ നാമങ്ങളിടാൻ പോകുകയാണല്ലോ. ദൈവത്തിന്റെ ആത്മാവിനെ ദൂരെ പറയുകയാണ്. ഹല്ലേലൂയ. ശത്രു കരിച്ചതിന്റെ മേൽ ചില കുടുംബങ്ങൾക്കകത്ത് ശത്രു ചിലത് കരിച്ചു കളഞ്ഞെങ്കിൽ ദൈവാത്മാവിന്റെ മകൻ പറയുന്നു, ഞാൻ പുതിയ നാമം അതിന്മേൽ വരുത്താൻ പോകുകയാണ്. അപ്പോ ശ്രദ്ധിച്ചു കേട്ടെ. മോശ ഉണ്ടായി. കുഞ്ഞ് വളരെ സൗന്ദര്യമുള്ളവനാണ്. ഹല്ലേലൂയ. വളർത്താൻ പറ്റുന്ന സാഹചര്യമാണോ അമ്മാമേ? ആണോ ആന്റി? അല്ല. സ്തോത്രം. പക്ഷേ കൃപയുള്ള അമ്മ എന്ത് ചെയ്യുന്നറിയാമോ? 3 മാസം അവനെ ഒളിപ്പിച്ചു വെച്ചു. സ്തോത്രം, സ്തോത്രം. ഇനി ഒന്നുകൂടെ പറയാം, മറ്റൊരു തരത്തിലാകുന്നത്. ഹല്ലേലൂയ. നിയോഗമുള്ളവനെ ആരൊക്കെ ചേർന്ന് ഒളിപ്പിക്കാൻ നോക്കിയാലും ദൈവത്തിന്റെ സമയമാകുമ്പോൾ അവൻ പുറത്തു വന്നേ പറ്റും. അതിന് അപ്പം നോക്കിയാലും അമ്മ നോക്കിയാലും സഹോദരങ്ങൾ നോക്കിയാലും സഭക്കാർ നോക്കിയാലും ദേശക്കാർ നോക്കിയാലും അധികാരികൾ നോക്കിയാലും ദൈവത്തിന്റെ നിയോഗമുള്ളവരെ ദൈവത്തിന്റെ സമയത്ത് ദൈവം പുറത്തു കൊണ്ടുവരും. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ആത്മാവിൽ ബലപ്പെട്ടോണം, കരുത്ത് പ്രാപിച്ചോണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. നിയമങ്ങൾ എതിരായി നിൽക്കുമ്പോൾ ഈ അബ്രഹാമിന്റെ യോക്യവത്തിന്റെ വീട്ടിനകത്ത് ചില കുഞ്ഞുങ്ങളുടെ കരച്ചിൽ കേൾക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. കുഞ്ഞു കരയുമ്പോൾ ഞാൻ പലപ്പോഴും പ്രസംഗിച്ചിട്ടുണ്ട്. കുഞ്ഞു കരയുമ്പോൾ അബ്രഹാമോ യോക്യവതോ മിരിയാമോ ആരെങ്കിലും ഒക്കെ നോടിച്ച് വാഹത്തിൽ പിടിക്കുമ്പോ നന്നായിട്ടുള്ള കരയാൻ പോലുള്ള സാധ്യത ആർക്കില്ല? മോശമില്ല. അങ്ങനെയാണ് വേദപണ്ഡിതന്മാർ പറയുന്നത്, മോശ അങ്ങനെ തടിച്ച് നാവുള്ളവനായി മാറി. ഒരു കാര്യം പറഞ്ഞ് ഒപ്പിക്കണമെങ്കിൽ എത്ര സമയം എടുക്കുമെന്ന് അറിയാമോ? അപ്പോ നമുക്ക് നന്നായി സംസാരിക്കാൻ പറ്റുന്നത് തന്നെ ഒരു വലിയ ദൈവകൃപ അല്ലേ? മോശയുടെ വായനയും ഓടിച്ചെന്ന് പൊത്തിപ്പിടിക്കും. കാരണം ഇവർക്ക് ഭയമാണ്. ഫറവോന്റെ പട്ടാളക്കാർ കേട്ടാൽ കുഞ്ഞിന്റെ കാര്യം പോക്കാം. 3 മാസം ഒളിച്ചു വെക്കാൻ കഴിഞ്ഞപ്പോൾ, ഒളിച്ചു വെക്കാൻ കഴിയാതായപ്പോൾ അമ്മ ഒരു കാര്യം മനസ്സിലാക്കി, ഇനി ഇവനെ വീട്ടിനകത്ത് അവനെ നിർത്താൻ പറ്റത്തില്ല. തങ്ങളുടെ പ്രാണനെതിരെ ഫറവോന്റെ പടയാളികളുടെ വാളുകൾ കയറി വരാൻ എല്ലാ സാധ്യതകളും ഉണ്ട്. അതുകൊണ്ട് അമ്മയെന്നറിയാമോ, ഒരു ഞാങ്ങളുടെ പെട്ടകം വാങ്ങിയേച്ച് പശയും കീലും തേച്ചിട്ട് കുഞ്ഞിനെ അതിനകത്ത് കിടത്തി. ഹല്ലേലൂയ. തലമുറയെ കൊണ്ട് നൈൽ നദിയിലേക്ക് വെച്ചു. എവിടെയാ വെച്ച്? നൈൽ നദി.